ജാനകി എന്നുള്ള പേര് ഏത് മതത്തിന്റെ പേരിലാണ്? അതാരും പറഞ്ഞു? അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിനത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ അത്? ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ? അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടർ അല്ലേ? അല്ലെങ്കിൽ ഒരു ഒരു വൈഫ് ഓഫ് രാമ. ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത്. സംസ്കാരമാണ് ആക്ച്വലി. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് ജാതി മത ഭാഗം നിറ വ്യത്യാസമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ. ഇപ്പോ നിങ്ങൾക്കറിയാം, ഞാനിവിടെ പറഞ്ഞത് കൊണ്ടും അവര് സെൻസർ തരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്കിതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞ ഈ നൂറ്റാണ്ടിലാണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട സമയം മാറ്റപ്പെടേണ്ട. അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്, മറ്റുള്ളവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. കാര്യങ്ങള് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലേ? നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറയ്ക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇങ്ങനത്തെ സംസാരങ്ങൾ. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ? പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ലോ ഫേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ജൂലൈ 11 ഈ ചിത്രം മലയാളത്തിൽ മാത്രമാണോ? തെലുങ്കിലും കന്നഡയിലുണ്ട്, മലയാളം തെലുങ്ക് മാത്രം. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് നടനെന്ന നിലയിലും നടി എന്ന നിലയ്ക്ക് പറയാനുള്ളത്? ഒരു നല്ല സിനിമയായിരിക്കും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേറെയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പുതുമുഖങ്ങൾ. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും, സിനിമയിലൂടെ ഒരു അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമയാണിത്. അപ്പോൾ എല്ലാവരും പോയി കാണണം, സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ജൂലൈ 11 മൂവിയുടെ ക്രാഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയും.